PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന സംസ്ഥാന സർക്കാർ വാദം പൊളിയുന്നു. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രാജ്യസഭയിലെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരിയുടേതാണ് മറുപടി. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിയുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ഇനി പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് അക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് അക്കാര്യം തന്നെയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ഇനി LDF സർക്കാർ ഇതിനോടകം തന്നെ ഒപ്പിട്ടിട്ടുണ്ട്, ഇതിനോടകം തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പഠിക്കാനായി ഒരു മന്ത്രിസഭ ഉപസമിതി അടക്കം നിയോഗിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞ, മുഖ്യമന്ത്രി പറഞ്ഞ ആ വാദങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ തള്ളുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ അബ്ദുൾ വഹാബ് MP, ലീഗിന്റെ MP ആണ്, അദ്ദേഹം രാജ്യസഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സഹമന്ത്രി ജയന്ത് ചൗധരിയാണ് മറുപടി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ പറയുന്നത്, രേഖാമൂലമാണ് ആ മറുപടി രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി നൽകിയിട്ടുള്ളത്. ആ മറുപടിയിൽ പറയുന്നത്, എന്നാൽ ഈ പദ്ധതിയിൽ ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ പിന്മാറിയ സംസ്ഥാനങ്ങൾ, ഇവർക്ക് ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നുള്ളതാണ് ഈ മറുപടിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ, ഒരിക്കൽ ഒപ്പിട്ട് പിന്മാറിയാൽ അതിൻ്റെ പദ്ധതിയിൽ നിന്നുള്ള ഒരു ആനുകൂല്യങ്ങളും ലഭിക്കില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2025 ഒക്ടോബറിൽ ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ, കേരളം ഇക്കാര്യത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതിയുടെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ ലിസ്റ്റ് അടക്കം ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ മറുപടിയിൽ പറയുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ കേരളം ഇതുവരെയും ഒരു തരത്തിലുമുള്ള പണം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടില്ല. കേരളത്തിന് ഒരു തരത്തിലുള്ള പണവും ഇതുവരെ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുകൂടി ഈ മറുപടിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞത്, ഈ പദ്ധതിയിൽ ഒപ്പിട്ട് പണം വാങ്ങിപ്പോയി, ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് സാധിക്കും. പിന്മാറിയാൽ പക്ഷേ ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ, PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അതുപോലെ തന്നെ ഇതുവരെ പണമൊന്നും ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള